പുതിയ മാരകമായ നിശബ്ദ കൊലയാളിയായ രോഗം ഇന്ത്യയിലാകെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. NAFLD, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. പണ്ടൊക്കെ മദ്യപിക്കുന്നവർക്ക് മാത്രം കണ്ടുവരുന്ന ഫാറ്റി ലിവർ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കുട്ടികൾക്കും യങ് ആയിട്ടുള്ള അഡൾട്ട്സിനുമാണ്. വയറ് ചാടിയോ കൊഴുപ്പ് കൂടിയോ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി JP നഡ്ഡ സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിനകത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അസുഖമായിട്ട് മാറിയിരിക്കുന്നത് ഫാറ്റി ലിവറാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? പ്രോസസ്ഡ് ഫുഡ് എല്ലാം എക്സസ് ആണ്. ഈ എക്സസ് ആയിട്ട് ചെല്ലുന്ന ഫുഡ് ഫാറ്റ് ആയിട്ടാണ് ലിവറിൽ കൺവേർട്ട് ആക്കി സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഫാറ്റി ലിവറിലേക്ക് ലീഡ് ചെയ്യുന്നതിനുള്ള കാരണം. മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നവരാണല്ലോ നമ്മൾ. ഇരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസാ. വണ്ടിയിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നു, വീട്ടിൽ ചെന്നാൽ ഇരുന്ന് ഫോൺ തോണ്ടുന്നു, കംപ്ലീറ്റ് ഇരിപ്പാണ്. അടുത്തിടയ്ക്ക് റിപ്പോർട്ട് വായിച്ചത് 3-ൽ 1 ഇന്ത്യക്കാരന് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സ്കാറിംഗ് മുതൽ ലിവർ ക്യാൻസർ വരെ നീളാവുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ അസുഖം എത്തിച്ചേക്കാം. തുടക്കത്തിലെ ചികിത്സ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടുള്ള ഒരു ചികിത്സയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. കാർബ് കട്ട് ചെയ്യണം, പ്രോസസ്ഡ് ഫുഡ് കട്ട് ചെയ്യണം, ഓവർ ഷുഗർ കട്ട് ചെയ്യണം. നിങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്തതിനു ശേഷം പ്രോട്ടീൻ എടുക്കുക, ഫൈബർ റിച്ച് എടുക്കുക, അതുപോലെ മിനിമം കാർബ് ആക്കുക. നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരം പട്ടത്തുള്ള ബോധി ഹീലിംഗ് സാക്ച്വറിയിലെ ഡോക്ടർ പൂജാലക്ഷ്മി നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാണ്. കാരണം ഞാൻ ഈ റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷനിലും അവസ്ഥയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കണം. അധികം മരുന്നുകളില്ലാതെ നമുക്ക് ഈ അസുഖം മാറ്റിയെടുക്കാനായാൽ ഒരു നിശബ്ദ കൊലയാളിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനാകും.